CPM സംസ്ഥാന സമിതിയിൽ എടുത്തില്ലെന്ന കാരണത്താൽ അതൃപ്തി പരസ്യമാക്കിയ മുതിർന്ന നേതാവ് എ പത്മകുമാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസും BJPയും ഇപ്പോൾ രംഗത്ത് വരികയാണ്. പത്മകുമാർ വന്നാൽ സ്വീകരിക്കുമെന്ന് BJP പത്തനംതിട്ട ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു. മറ്റു കാര്യങ്ങൾ പാർട്ടി സംഘടനാ തലത്തിൽ തീരുമാനിക്കുമെന്ന് BJP പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരൂർ പ്രദീപും വ്യക്തമാക്കി. എ പത്മകുമാർ പാർട്ടി വിട്ടുവന്നാൽ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒട്ടേറെ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നുണ്ടെന്നും DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലും വ്യക്തമാക്കി. അതൃപ്തി പരസ്യമാക്കി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നതോടെയാണ് പത്മകുമാർ കൊല്ലത്ത് നിന്നും മടങ്ങിയത്. ഉച്ചഭക്ഷണത്തിന് നിൽക്കാതെയാണ് പത്മകുമാർ പ്രതിഷേധിച്ച് കൊല്ലം വിട്ടത്. ചതിവ്, വഞ്ചന, അവഹേളനം എന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം, ലാൽ സലാം എന്നായിരുന്നു പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രൊഫൈൽ ചിത്രവും മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ് ചർച്ച ചെയ്തതോടെ അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ സമര സംഘടനാ പ്രവർത്തനങ്ങളും കണക്കിലെടുക്കണമെന്നുമായിരുന്നു പത്മകുമാർ പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടിക്ക് അത് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഭരണസമിതിയിൽ ഇപ്പോൾ വ്യത്യസ്ത മാറ്റങ്ങളോടെയാണ് ഇപ്പോൾ പല പാർട്ടികളും രംഗത്ത് വരുന്നത്. എന്തായാലും പാർട്ടിയുടെ തീരുമാനത്തെ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ LDFന്റെ ഈ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ ഗണ്യമായി തന്നെ ഒന്ന് വിലയിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പുതിയ മാറ്റങ്ങൾ പുതിയ പാർട്ടിയുടെ രൂപീകരണത്തിന് നല്ലതാകുമോ എന്നറിയില്ല. പിണറായി വിജയന്റെ ഭരണം ഒരു പരിധിവരെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മടുത്തു എന്ന് പറയുന്നതും സത്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി ഇനി അടുത്ത വർഷവും ഭരിക്കുമോ, ഭരണത്തിലെത്തുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരം കാണണമെങ്കിൽ അടുത്ത ഇലക്ഷനിൽ മലയാളികൾ തന്നെ വിചാരിക്കണം.